വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ട് നമ്മൾ പോകുന്നത് വാഗമണിലേക്കാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 145 കിലോമീറ്ററാണ് വാഗമണിലേക്ക്. അതായത് ഒരു 3.5 മണിക്കൂറുണ്ട് എത്താൻ പറ്റുന്ന റൂട്ട് നമുക്കുണ്ട്. ആക്ച്വലി 3 റൂട്ടുണ്ട്. നമ്മൾ ഫാസ്റ്റസ്റ്റ് റൂട്ട് വഴി, അതായത് അടൂർ, പത്തനംതിട്ട, ഈരാറ്റുപേട്ട, വാഗമൺ റോഡ് പോയതിനാൽ ഒരു 3.5 മണിക്കൂറിന് നമ്മൾ എത്തും കേട്ടോ. നമ്മൾ പുലർച്ചെ ഒരു 4:30 ടൈമിലൊക്കെയാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. എന്തായാലും പോണ വഴിയാണിത്. നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് മഞ്ഞുമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴി എനിക്കിഷ്ടപ്പെട്ടൊരു വ്യൂ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു വ്യൂ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ എൻ്റർടൈനിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സിപ്പ് ലൈൻ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീഡിയോസൊക്കെ കുറേ കണ്ട് ഇറങ്ങി. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും അതിനുള്ള ധൈര്യം എങ്ങോട്ടോ പോയി. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തതേ ഇല്ല. നിങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും സിപ്പ് ലൈൻ ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ പേയാൻ പാർക്കിൽ വന്നിട്ടുണ്ട്. ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നടന്നു പോവുക ചെയ്യേണ്ടത്. വാഗമൺ വന്നിട്ട് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ എല്ലായിടത്തും നമ്മൾ പോയില്ല. അത്യാവശ്യം വേണ്ട സ്ഥലങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരമുള്ള ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് വാഗമണിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് പോകുന്നത് പൈൻ വാലിയിലേക്കാണ്. സോ നമ്മൾ അങ്ങോട്ട് നടന്നേക്കുക. പൈൻ വാലിയിലേക്ക് നമ്മൾ കുറച്ച് നടക്കേണ്ടി വരും. അത് ഈ ഒരു റൂട്ടിലേക്ക്, അതായത് നമ്മൾ പേയാൻ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് ലെഫ്റ്റിലേക്കായിരിക്കും കേട്ടോ. പോണ വഴിയെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഇതുപോലത്തെ കടകളുണ്ടാവും. കടകളിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും. പക്ഷെ നല്ല കൊല്ലണ വില കേട്ടോ വാങ്ങുന്നത്. ഞാൻ ഒന്നും വാങ്ങിയില്ല ഇവിടെ നിന്ന് കേട്ടോ. അങ്ങനെ പൈൻ ഫോറസ്റ്റ് എക്കോ ടൂറിസം നമ്മളെത്തി. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്ക് 30, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 രൂപ വരുന്നത്. പിന്നെ ഫോട്ടോ, വീഡിയോ, അങ്ങനെ ഓരോന്നിനും ഓരോരോ റേറ്റ് ഉണ്ട്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോകണേ. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയി കാണാം. വലുതായിട്ടൊന്നുമില്ല. ഈ ഒരു പൈൻ മരങ്ങൾ മാത്രമേ ഉള്ളൂ. അകത്തോട്ട് ചെല്ലുന്തോറും മറ്റു കാഴ്ചകളൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാതരം ഫോട്ടോഷൂട്ടിനും അടിപൊളി ഒരു സ്പോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി സേവ് ദ ഡേറ്റിനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫ്രെയിം ചെയ്തിരുന്നൊരു സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ഇതിന് 800 വരുന്നതെന്ന് തോന്നുന്നു. 800 ആട്ടോ. നടക്കാൻ സ്ഥലത്ത് എനിക്കൊരു വഴുക്കലുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. തെന്നാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനാണ് അവർ പിടിക്കാൻ പിടിയൊക്കെ വെച്ചേക്കുന്നിട്ട്. അത് പിടിച്ച് നടക്കുക. പിന്നെ ഇങ്ങനൊരു വ്യൂ നോക്കുകയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. പിന്നെ തണുത്തൊരു അറ്റ്മോസ്ഫിയറാണ്. അധികം ചൂടൊന്നുമില്ല. നല്ലൊരു ഫീൽ ഗുഡ് പ്ലേസ്. നടന്നു വരുന്ന വഴി തന്നെ ലെഫ്റ്റ് സൈഡ് വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ വന്നിട്ടുള്ള അനിമൽസിൻ്റെയൊക്കെ ഫുട് പ്രിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എലിഫൻറ്റ്, ടൈഗർ, അങ്ങനെ കുറേ. ഞാനിവിടെ വന്നിട്ട് ഒന്നിനെയും ഞാനിവിടെ കണ്ടില്ല. പിന്നെ ഇതൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ ആയിരിക്കല്ലേ. ഇവിടെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പൈൻമരത്തിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുക, റീൽ എടുക്കുക, വീഡിയോ എടുക്കുക, വ്ളോഗ് എടുക്കുക, എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് പോവുക. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ. പിന്നെ വരുന്നവരെല്ലാം മഞ്ഞുമേൽ ബോയ്സിൻ്റെ വൈബാണ്. എല്ലാവരും സുഭാഷിയെ നിങ്ങൾ വിളിച്ചിട്ട് പോവുക. പിന്നെ കപ്പിൾസിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളെന്തായാലും തിരിച്ചിറങ്ങി അപ്പോഴാണ് ഈ ട്രെക്കിങ്ങിൻ്റെ കാര്യം കണ്ടത്. ഇത് പൈൻ വാലിയിൽ നിന്ന് പാലൊഴുങ്ങം പാറ, അതായത് 6 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട്. പിന്നെ ഇന്ത്യൻസിന് വന്നിട്ട് 500, ഫോറിനേഴ്സിന് 800 പറയുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. 12 to 60 ആണ്. സ്റ്റാർട്ടിംഗ് ടൈം 8 മണിയാണ് കേട്ടോ. ഇറങ്ങിയപ്പോഴത്തേനും കാണാൻ ഇവിടെ ഒരാൾ നിൽക്കണം. എന്തായാലും വെറുതെ വിട്ടില്ല. എൻ്റെ മനസ്സിൽ കുതിരപ്പുറത്ത് കയറാനുള്ള ഒരു ആഗ്രഹം ഉദിച്ചു വന്നു. അങ്ങനെ വെറുതെ ഇവൻ്റെ മേലെ ഇരിക്കണതിന് 50 രൂപയും ഹോഴ്സ് റൈഡ് ഉണ്ട്, അതിന് 150 വരുന്നത്. ഞാൻ എന്തായാലും 50 രൂപയ്ക്ക് 2 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറാറായപ്പോഴത്തേനും ഞാൻ ബേജാറായി. അപ്പം ചേട്ടൻ പറഞ്ഞു, ഒന്നുമില്ല, നേരൊക്കെ കയറിയാൽ മതി, എന്തത്ര പാടെന്നൊക്കെ. എങ്ങനെയൊക്കെയോ വലഞ്ഞ് പിടിച്ച് കയറിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുന്നേ കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ. പേയാൻ പാർക്കിൻ്റെ അവിടെ നമ്മൾ പാർക്ക് ചെയ്യുന്നതിന് 50 ആട്ടോ കൊടുത്തത്. അങ്ങനെ നമ്മൾ പൈൻ വാലിയിൽ നിന്ന് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് വന്നേക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വരെ ഒരു 1.3 കിലോമീറ്ററേ ഉള്ളൂ. അതായത് ഒരു 5 മിനിറ്റിൻ്റെ ട്രാവലിങ്ങേ ഉള്ളൂ.
ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ ഗാർഡൻ, ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. എല്ലാം ഇവിടെ ഒരുവിധം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ എൻട്രൻസ് ടൈമും എക്സിറ്റ് ടൈം എല്ലാം കൊടുത്തിട്ടുണ്ട്. 9 മണി ടു 5 മണി വരെയാണ് എൻട്രൻസ് ടൈം. എക്സിറ്റ് ടൈം 5:30 കേട്ടോ. ഇവിടെ നമ്മൾ എടുത്തിട്ട് കയറി പോകണം. ഒരാൾക്ക് 25 പിന്നെ 4 വീലറിന് 30. അപ്പം മൊത്തത്തിൽ നമുക്ക് 130 ആട്ടോ ആയത്. നമ്മൾ ഈ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഇവിടെ റോക്കറ്റ് എജക്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ തലകർക്കും കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ഒട്ടും പറ്റിയില്ല. നമ്മളിനി ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. അതിനിവിടെ ടിക്കറ്റ് വേറെ എടുക്കേണ്ടി വരും. ഇവിടെ പിന്നെ കുറേ ഫൺ ഫീൽഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഗ്ലാസ് ബ്രിഡ്ജിൽ പോകുന്നത് മാത്രമല്ല, സ്കൈ സൈക്ലിംഗ്, സ്കൈ റോളറും ഫ്രീ ഫോളും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ആക്ടിവിറ്റീസ്. ഓരോ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെയും റേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിന് 250 ആട്ടോ ഒരാൾക്ക്, സിപ്പ് ലൈൻ 350, അങ്ങനെ ഓരോന്നിനും ഓരോരോ റേറ്റ് ആണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് ഫിഷ് സ്പായും ഷെയർ മസാജും ഒക്കെ ഉണ്ട് കേട്ടോ. അതിനും അഡൾട്ടിന് 150 അങ്ങനെയൊക്കെ കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ 3 പേർ കൂടി 750 അയക്കുന്നത്. അമ്മമ്മ വരണില്ല, ആൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വയ്യെന്നും പറഞ്ഞ് കാറിൽ തന്നെ ഇരുന്നു. നമ്മൾ അങ്ങനെ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് വഴി തെറ്റി, ഇതുവഴിയല്ല അതുവഴിയായിരുന്നു പോകേണ്ടത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് പോവാം. ഇത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോണ വഴിയാട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന ഉടനെ ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് കയറാൻ പറ്റില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരേ സമയത്ത് 15-20 ആൾക്കാർ മാത്രമേ കയറ്റുള്ളൂ. ഒരാൾക്ക് 5 മിനിറ്റ് നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ. പിന്നെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് 10 പേരെയാണ് അവർ അലൗഡ് ആക്കുന്നത്. എനിക്ക് പൊതുവേ തലകർക്കം ഇല്ലാത്തൊരു ദിവസമല്ല, എങ്കിൽ പോലും ഞാൻ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു. ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് കയറണം എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ. ഉയരവും പ്രകൃതിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ ഇത്. പിന്നെ 3500 അടി ഉയരമാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിനുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളമുള്ള ഒരു ചില്ലുപാലമാണ് നമ്മുടെ വാഗമണിലെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. അമ്മയ്ക്കൊക്കെ നല്ല ടെൻഷനായിരുന്നു. ആൾക്ക് ഈ ഹൈറ്റൊക്കെ നല്ല പേടിയാണ്. പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എങ്ങനെയൊക്കെയോ നമ്മൾ നിൽക്കുന്നതേ ഉള്ളൂ. 40 മീറ്ററാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ നീളം വരുന്നത്. 2 പേര് നടക്കണ കണ്ട് അറിയാൻ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് ഇവർ നടക്കണേന്നുള്ളത്. നിങ്ങൾ വരുമ്പോഴത്തേനും നേരെ നോക്കി അങ്ങ് നടന്ന ഒരു സീൻ ഉണ്ടാവില്ല. പക്ഷെ അതേസമയം താഴേക്ക് നോക്കി നടക്കാന്നുണ്ടെങ്കിലും തല ഇറങ്ങും. അത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കാൻ തുടങ്ങിയാൽ തല ഇറക്കുന്നൊരു വിഷയമല്ല. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായി. എനിക്ക് പ്ലാറ്റ്ഫോമിൽ പോയി കുറേ നേരം നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. 5 മിനിറ്റേ അവർ സമ്മതിക്കുള്ളൂ. പിന്നെ അതേ കണ്ടില്ലേ, താഴേക്ക് നോക്കിയ ഇതാണ് സംഭവം, ഇതാണ് വ്യൂ. എനിക്കിഷ്ടമായി. നേരെ വന്നേക്കുന്നത് ഫ്ലവർ ഗാർഡനിലേക്കാണ്. ഇവിടെ അഡൾട്ടിന് 60ഉം ചിൽഡ്രന് 30ഉം വരുന്നത്. നമുക്ക് മൊത്തത്തിൽ 240 ആയിട്ടോ. എൻട്രിയുടെ വലത് ഭാഗത്തായിട്ട് ചിൽഡ്രൻസ് പാർക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. സംഭവത്തിന് മേലെ കയറിയാൽ എന്തൊക്കെയോ കാണാനാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം, വ്യൂ നോക്കാം കേട്ടോ. ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. ആ ഹാർട്ടിൻ്റെ അപ്പുറത്തുള്ളതാണ് വ്യൂ പോയിന്റ്. അവിടെ പോയി നിന്നാൽ ഇടുക്കി ഡാം കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോണില്ല. ആ വ്യൂ ഇവിടെ നിന്നാൽ കിട്ടുമെന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ കയറിയത്. അപ്പോൾ അതാണ് വ്യൂ. പിന്നെ ഇവിടെ റോസ് ഗാർഡൻ ഒക്കെ ഉണ്ട്. ഇവിടെ രാത്രി വന്നാലും ലൈറ്റ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിരിക്കും. പിന്നെ നല്ല വെയിലാണ് ഈ ഉച്ച ടൈമിലൊക്കെ വന്നാലും. ഉച്ചയെന്നല്ല, രാവിലെ വന്നാലും ഇത്തിരി വെയിലൊക്കെയാണ്. ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വെയിൽ വരും. പിന്നെ ഇറങ്ങുന്നിടത്തായിട്ട് ഈ ഒരു സൂര്യകാന്തി പാടമൊക്കെ ഉണ്ട് കേട്ടോ. പാടമെന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല, എന്തായാലും അത്യാവശ്യം സൂര്യകാന്തിയൊക്കെ ഉണ്ട് കേട്ടോ. വാഗമണിലെ വിശേഷം വന്നിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്കാണ്. എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഈ ഒരു വെക്കേഷൻ ടൈമൊക്കെ എൻജോയ് ചെയ്യുക.
Hope you like this video. Anyway, like, share, comment and subscribe please. And thank you.